ഹർഷേട്ടാ, എവിടെയായിരുന്നു ശിവ നീ ഇതുവരെ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ഞാൻ ഹോസ്പിറ്റലാണ് ഹർഷേട്ടാ. ഹോസ്പിറ്റലിലോ? നിനക്കെന്താ പറ്റിയേ? എന്തിനാ ഹോസ്പിറ്റൽ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശിവ കരഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നു. എന്നിട്ട് എന്താ ശിവ നീ എന്നെ വിളിക്കാതിരുന്നേ? ഞാൻ പേടിച്ചു പോയി ഹർഷേട്ടാ. ആരെ വിളിക്കണമെന്നൊന്നും ഓർമ്മ വന്നില്ല. പെട്ടെന്ന് ബ്ലഡ് വേണം, സമയം കുറവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സാരമില്ല, പോട്ടെ. നീ ഇനി അതൊന്നും ആലോചിച്ച് കരയാൻ നിൽക്കണ്ട. എന്നിട്ടിപ്പോൾ ആൻറ്റിക്കും അങ്കിളിനും എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല. ആൻറ്റി ഉടനെ റൂമിലേക്ക് മാറ്റും. അങ്കിളിനെ നാളെ ആവും മാറ്റുക. എല്ലാം ശരിയാക്കി തന്നിട്ടാണ് ആരവ് പോയത്. നീ ഓക്കെ അല്ലേ മോളെ? ഒത്തിരി പേടിച്ചോ? കൃത്യസമയത്ത് ആ കുട്ടി ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ നീ ഒറ്റയ്ക്ക്. എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ശരിയാ, ആരുമില്ലാതിരുന്ന സമയത്ത് ദൈവത്തെ പോലെ ആ കുട്ടി വന്നത്. അവൾ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എൻ്റെ അവസ്ഥ. പാതി മരിച്ച എൻ്റെ മനസ്സിനെ വീണ്ടും ജീവിപ്പിച്ചത് ഞാൻ കൂടേണ്ടെന്ന അവളുടെ വാക്കുകളാണ്. ആ വാക്കിൻ്റെ ബലത്തിലാണ് പിന്നെ ഞാൻ പിടിച്ചു നിന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല അവളെയും അവളുടെ വാക്കുകളെയും. എന്നിട്ട് ആ കുട്ടിയുടെ പേരെന്താ? അയ്യോ, ആ ടെൻഷനിൽ ഞാൻ അതൊന്നും ചോദിച്ചില്ല. നല്ല ആളാ നീ. അപ്പോൾ ആ കുട്ടിയെ നീ ഇതുവരെ വിളിച്ചില്ലേ? വിളിക്കേ, എന്നിട്ട് എൻ്റെ വകയായിട്ട് ഒരു നന്ദി പറഞ്ഞേക്കേ. ശരി ഹർഷേട്ടാ, ആൻറ്റി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരിയടാ, നീ ഫോൺ വെച്ചോ. ഞാൻ അമ്മയെ വിളിച്ച് പറയാം. അമ്മ ഹിമയും കുട്ടി ഉടനെ വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്കണേ നീ. ഓക്കെ ഹർഷേട്ടാ. അപ്പോഴേക്കും മായയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. മയക്കത്തിൽ നിന്ന് ഉണർന്ന മായ കാണുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ശിവയാണ്. ആൻറ്റി. മോളെ ശിവ, ഒത്തിരി പേടിച്ചു എൻ്റെ കുട്ടി. ഞാൻ ഓർത്തു ഞാൻ പിന്നെയും തനിച്ചായിരുന്നു. അങ്ങനെ നിന്നെ തനിച്ചാക്കി പോകാൻ ഞങ്ങൾക്ക് പറ്റുമോ? നിന്നെ ഹർഷനെ ഏൽപ്പിച്ചിട്ട് വേണം സമാധാനമായി ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ. ആൻറ്റി എന്തൊക്കെയായി പറയുന്നത്? ആരൊക്കെ വന്നാലും അത് നിങ്ങൾക്ക് പകരമാവൂ? ഞാനൊന്നും ഓർക്കാതെ പറഞ്ഞു പോയതാ മോളെ. നീ അതിനി കരഞ്ഞു കൂട്ടണ്ട. അല്ല മോളെ, ആ കുട്ടിയെ പിന്നെ നീ വിളിച്ചോ? ഇല്ല ആൻറ്റി, ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതി. വിളിക്കണം മോളെ. ഒരു നന്ദി കൊണ്ട് തീരില്ല, എങ്കിലും പറയണം. ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വയ്യ. നീ തനിച്ച് എന്താ ചെയ്യാമെന്ന്. പിന്നെ മോളെ, ഏട്ടനെ എപ്പോഴാണ് റൂമിലേക്ക് മാറ്റുന്നത്? താമസിക്കുമെങ്കിൽ എനിക്കൊന്ന് കാണണമായിരുന്നു. അല്ലാതൊരു മനസ്സമാധാനമില്ല. ആൻറ്റി പേടിക്കണ്ട, അങ്കിളിന് കുഴപ്പമൊന്നുമില്ല. ഉടനെ റൂമിലേക്ക് മാറ്റും. ആര് പോകുന്ന അതെല്ലാം ഡോക്ടറിനോട് ചോദിച്ചിട്ടാണ് പോയത്. ആൻറ്റി ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും അങ്കിൾ റൂമിലുണ്ടാവും. സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ശരി മോളെ. ജാനിയുടെ വീട്. ജാനി റെഡിയായി വാച്ച് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ഹലോ. ഹലോ, ഞാൻ ഇന്നലെ വിളിച്ച അത് മനസ്സിലായി. പക്ഷേ ആ ആളിൻ്റെ പേരില്ലേ? ശിവത. തനിക്കെന്താ വിക്കുണ്ടോ? ഇന്നലെ സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. ഇപ്പം എന്ത് പറ്റി? അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ. ശരി. ആൻറ്റിക്ക് അങ്കിളിനും എങ്ങനെയുണ്ടോ? ഇപ്പം കുഴപ്പമില്ല. ആൻറ്റി റൂമിലേക്ക് മാറ്റി. അങ്കിളിനെ കുറച്ച് കഴിഞ്ഞ് മാറ്റും. വേറെ കുഴപ്പമൊന്നുമില്ല. തന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. താൻ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഒത്തിരി നന്ദി ഉണ്ടോ. ആ സമയത്ത് എല്ലാവരും ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാനല്ലല്ലോ, കിച്ചു അല്ലേ എല്ലാം ചെയ്തത്. ഇനി തൻ്റെ മുമ്പിൽ ഇതുപോലെ ഒരാൾ വന്നാൽ താനും ഹെൽപ്പ് ചെയ്തില്ലേ? ഞങ്ങൾക്കും അത് മതി. അതുകൊണ്ട് നന്ദിയൊന്നുമില്ല, അതൊന്നും പറയണ്ട. അല്ല, തനിക്ക് എൻ്റെ പേര് പോലും അറിയണ്ടേ? എന്നെപ്പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ. അങ്ങനെയല്ല, എങ്ങനെ ചോദിക്കണമെന്ന് അറിയാത്തോണ്ടാ താൻ ഭയങ്കര സൈലൻ്റ് ആണല്ലേ. ഞാൻ നേരെ തിരിച്ചാ, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തായാലും താനൊന്നും ചോദിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയാം. ഞാൻ ജാനിക വിശ്വനാഥൻ. നാട് തൃശ്ശൂരാണ്. വർക്ക് ചെയ്യുക അവിടെ ടെക്നോ പാർക്കിൽ. ഇനി താൻ പറ. ഞാൻ ശിവത ജയതി. നാട് ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം. PG കഴിഞ്ഞ് ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. ശിവത, നൈസ് നെയിം. അപ്പം ശിവാന്ന് വിളിക്കാം അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കാം. ഞാൻ ആരോ വിളിക്കും പോലെ ജാനിന്ന് വിളിക്കട്ടെ? പിന്നെന്താ, വിളിച്ചോ. അപ്പം ശരിയടാ, ഞാൻ ഇറങ്ങാൻ നിൽക്കുക. അവിടെ വന്നിട്ട് കാണാം നമുക്ക്. എങ്ങനെയാ വരുന്നേ? എൻ്റെ വണ്ടിയിൽ. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക്.
എനിക്കതാ ഇഷ്ടം. സൂക്ഷിച്ചു വരണേ. ജാനി ഒരു ചിരിയോടെ. "ഉം, സൂക്ഷിച്ചു വരാം. അല്ലെങ്കിലും ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്നൊക്കെ പറയാൻ ഒരാളുണ്ടാവുന്നതും ഒരു ഭാഗ്യല്ലേ?"